പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ അധികമടിയാക്കിയതിനായി കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിലെ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ ഓരോ വിഷയത്തെ ആസ്പദമാക്കി പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന കാര്യം യേശുവിന്റെ നാമം. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ 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 നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നൽകി തരും, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും. അത് വചനത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾ എൻ്റെ നാമത്തിൽ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവിന്റെ നാമം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നു, അതിന്റെ കാരണം എന്താണ്, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ കർത്താവിന്റെ നാമത്തെ വീണ്ടും വീണ്ടും എടുത്തു പറയുകയും, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അത് ലഭിക്കും, എൻ്റെ നാമത്തിൽ ഭൂതത്തോട് കൽപ്പിച്ചാൽ അത് ഭൂതം പോകും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. ഇതൊക്കെ എൻ്റെ നാമം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ എഴുതപ്പെട്ട അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും. യേശുവിന്റെ നാമം എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഈ നാമത്തെ ചൊല്ലി തന്നെ പല വിധത്തിലുള്ള വിഭാഗീയതകൾ നമ്മുടെ ഇടയിൽ പലയിടത്തും കാണാനായിട്ട് കഴിയും. അത് ചൊല്ലിയുള്ള തർക്കങ്ങൾ, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം, യേശുവിന്റെ നാമമാണോ വലുത്, ഇല്ലെങ്കിൽ യഹോവയുടെ നാമമാണോ വലുത്. ഈ നാമത്തെ ചൊല്ലിയുള്ള പലവിധമായ വാദഗതികൾ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. അപ്പൊ നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം. എന്താണ് യേശുവിന്റെ നാമം എന്ന് പറയുന്നത് കൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്? യേശു എൻ്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്, പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്, അത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കർത്താവായ യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതൻ വന്നിട്ട് മറിയോട് വന്നു പറഞ്ഞു, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അത് അവിടെ പറയുകയും തുടർന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം, രണ്ട് നാമം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന്, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കപ്പെടും. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മളത് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തില് അതിന്റെ 22-ാമത്തെ വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. എന്നാൽ അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്, നീ അവന് യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ രണ്ട് നാമത്തെ നമ്മൾ അവിടെ കാണുന്നുള്ളൂ. ഒന്ന് ഇമ്മാനുവേൽ, രണ്ട് യേശു എന്ന നാമം. ഈ രണ്ട് നാമത്തെ നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ ആ രണ്ട് നാമവും അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതിന്റെ പുറകിലും അതിനർത്ഥമുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിട്ടു. അപ്പൊ യേശു എന്ന നാമത്തിന്റെ അർത്ഥം അവന്റെ പാപങ്ങളിൽ നിന്ന് ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. എന്നാൽ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായ ജനത്തിന്റെ കൂടെ ദൈവം വസിക്കുന്നത് കൊണ്ട് അവൻ ഇമ്മാനുവേൽ. ഇത് രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. പാപത്തെ മോചിച്ചവൻ തന്നെയാണ് ദൈവം. ആ പാപം, നമ്മുടെ പാപം മോചിക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിനെയും രണ്ട് പേരായിട്ട് കാണേണ്ട കാര്യമില്ല. രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് കാണേണ്ടത്. ദൈവം നമ്മിൽ വസിക്കുന്നു, ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് പാപങ്ങളെ കഴുകി ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. അങ്ങനെ അവിടെ ആ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു എന്ന ഇമ്മാനുവേൽ എന്ന പേര്, യേശു എന്ന നാമത്തെ കുറിച്ച് പറയുന്നത് പാപങ്ങളെ രക്ഷിപ്പാനിരിക്കും. അപ്പൊ നമുക്കറിയാം, ഇമ്മാനുവേൽ, യേശു, ക്രിസ്തു എന്നതിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, അഭിഷിക്തൻ എന്ന അർത്ഥം. അപ്പൊ ഇവിടെ പേരുകൾ പലതും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിലും നമുക്കത് കാണാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്.
വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാം യേശുവിന്റെ പുനരുത്ഥാനന്തരം യേശു തന്റെ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. എന്നെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകളിൽ സംസാരിക്കും. എന്റെ നാമത്തിൽ അതിലൂടെ ചേർന്ന് പറയുന്ന കാര്യം രോഗികളെ സൗഖ്യമാക്കും, എല്ലാം. അപ്പൊ അവിടെ നാമം എന്ന് പറയുമ്പോൾ നമ്മളെ രണ്ടക്ഷരം യേശു എന്ന നാമത്തെയാണ് നാം കാണുന്നത്. എന്നാൽ നാം അതിനപ്പുറമായി ഒരു അർത്ഥം യേശു പറഞ്ഞ വാചകങ്ങളിൽ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ആ രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്ന യേശു എന്ന നാമം, ആ നാമത്തിന്റെ ആ വാക്കുകളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ദൈവജനത്തിന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. അപ്പോൾ അവിടെ രണ്ട് കാര്യം പറയുന്നു: ഏലിയാവിന്റെ ആത്മാവോടും ഏലിയാവിന്റെ ശക്തിയോടും. ആരെക്കുറിച്ചാണ് ഇത്? യോഹന്നാൻ, സ്നാപകനായി യോഹന്നാനെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ പറയുന്ന വാക്കാണിത്. അവൻ ദൈവത്തിന്റെ ആത്മാവോടും ഏലിയാവിന്റെ ആത്മാവോടും ഏലിയാവിന്റെ ശക്തിയോടും കൂടെ നടക്കും. ആരെക്കുറിച്ച്? യോഹന്നാനെ കുറിച്ച് പറയുക. അങ്ങനെ യോഹന്നാനെ കുറിച്ച് അവിടെ പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തില് യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്ന വാക്ക്, യേശുക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും 10ഉം 11ഉം 12ഉം വാക്യങ്ങൾ. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, ഏലിയാവ് വന്നു സകലവും യഥാസ്ഥാനത്താക്കും സത്യം. ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും സത്യം. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവരോട് ചെയ്തു. അവണ്ണം മനുഷ്യപുത്രന്മാരും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്നുത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. അപ്പോൾ അവിടെ പറയുന്നത് ഏലിയാവ് വന്നു എന്നത് ഏലിയാവിന്റെ പേരിലാണ് പറയുന്നത്. പക്ഷേ ശിഷ്യന്മാർ മനസ്സിലാക്കി ഇത് യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കി. ഇത് തന്നെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അപ്പം ഇവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അപ്പൊ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്നവനെ, ഏലിയാവിന്റെ ശക്തിയോടുകൂടെ വന്നവനെ ഇവിടെ പറയുന്നത് ഏലിയാവ് എന്ന നിലയിൽ തന്നെയാണ്, ഏലിയാവിന്റെ നാമത്തോട് ചേർത്ത് തന്നെയാണ് അവിടെ പറയുന്നത്. ഏലിയാവിന്റെ നാമം, ഏലിയാവിന്റെ ആത്മാവ്, ഏലിയാവിന്റെ ശക്തി. അപ്പൊ ഏലിയാവിന്റെ ആത്മാവോടും ഏലിയാവിന്റെ ശക്തിയോടും കൂടെ വന്നവനെ ഏലിയാവ് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? ഏലിയാവ് എന്ന നാമത്തിന്റെ പ്രത്യേകത, ഏലിയാവിന്റെ നാമത്തെ, ഏലിയാവിന്റെ ആത്മാവിനെ വഹിക്കുകയും ഏലിയാവിന്റെ ശക്തിയോടുകൂടെ നടക്കുകയും ചെയ്തവനെ ഏലിയാവ് എന്ന് പറയും. അപ്പോൾ യേശുവിന്റെ നാമം നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലത്ത് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചും അടയാളങ്ങളെ കുറിച്ചും യേശു പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഞാൻ പിതാവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും അതിന്റെ 43-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് പിതാവിന്റെ നാമത്തിലാണ്. അപ്പൊ അവിടെ യേശു പറയുന്നത്, നമുക്കറിയാം അവിടെ ആരും യഹോവ എന്ന നാമത്തോടുകൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നാമത്തിൽ യഹോവ ഈരെ, യഹോവ റാഫ, യഹോവ ഷമ്മ,
ആ നാമത്തിൽ ഒന്നും ആരും യേശുവിനെ വിളിച്ചില്ല. അവർ യേശുവിനെ വിളിച്ചപ്പോൾ യേശുവെ, ദാവീദ് പുത്ര, ക്രിസ്തു എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്തത്. എന്നാൽ അല്ലാതെയും വിളിച്ച് പരിഹസിച്ചവരുണ്ട്. എന്നാൽ അവിടെ വന്ന യേശു, കർത്താവ് പറയുന്നൊരു കാര്യം, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരു സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളുന്നു. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ പിതാവിന്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നത് പിതാവിന്റെ നാമത്തിലാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം, അതിന്റെ 10-ാം അധ്യായത്തിൽ അതിന് 37-ാം വാക്യത്തില് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിക്കും. അവിടെ കർത്താവ് പറയുന്നത് പ്രവൃത്തിയെ വിശ്വസിക്കുക. അവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ പിതാവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ പിതാവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തി. 2, കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഈ 2 കാര്യങ്ങളും അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. പിതാവിന്റെ നാമത്തിലാണ് അവൻ അത്ഭുതങ്ങളെ ചെയ്തത്. പിതാവിന്റെ നാമത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ പിതാവിന്റെ നാമത്തിൽ ചെയ്തു, പിതാവിന്റെ നാമത്തിൽ വന്നു. അപ്പൊ കർത്താവ് ചെയ്ത പ്രവൃത്തിയെല്ലാം പിതാവിന്റെ നാമത്തിലാണ് ചെയ്തത്. ഹല്ലേലൂയ. അത് 10-ാം അധ്യായത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, യേശുവോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം. അപ്പോൾ അവിടെ യേശു പറയുന്ന 2 കാര്യങ്ങൾ. 1, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. 2, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പിതാവിന്റെ നാമത്തിൽ. അപ്പൊ യേശുക്രിസ്തു ചെയ്ത ഒരു പ്രവൃത്തിയിലും ഒരിടത്തും പിതാവിന്റെ നാമം ഉപയോഗിച്ചില്ല. യേശുവിന്റെ നാമത്തിൽ നമുക്കറിയാം, പത്രോസ് സുന്ദര ദേവാലയ ഗോപുരത്തിൽ മുടന്തനായി കിടന്നവനെ കൈപിടിച്ചപ്പോ, വെള്ളിയും പൊന്നും എന്റെ കയ്യിലെ നസറനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു, എഴുന്നേറ്റ് നടന്നു. അതുപോലെ ഒരിടത്തും യേശു പറഞ്ഞില്ല, ഞാൻ യഹോവ റാഫ എന്നവന്റെ നാമത്തിൽ പറയുന്നു എന്ന് യേശു ഒരിടത്തും പറഞ്ഞില്ല. നമുക്കറിയാം, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാരും തന്നെ അവര് പ്രവചനം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ പറയും, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന തലക്കെട്ടോടുകൂടിയാണ്, എന്ന ആമുഖത്തോടുകൂടിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവവുമായവൻ, ആ ഒരു തലക്കെട്ടോടുകൂടിയാണ് ദൈവത്തെ അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സംഭാഷണങ്ങൾ, യേശുവിന്റെ പഠിപ്പിക്കലുകളും യേശുവിന്റെ എല്ലാ പ്രസ്താവനകളും ഏതെങ്കിലും നാമത്തെ ചാരിക്കൊണ്ടായിരുന്നില്ല, അവൻ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ്? പിതാവിന്റെ നാമത്തിൽ ഞാൻ വന്നു, പിതാവിന്റെ നാമത്തിൽ ഞാൻ പ്രവൃത്തി ചെയ്തു. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏലിയാവിന്റെ നാമത്തിൽ ഒരാൾ വന്നിരിക്കുക, ഏലിയാവിന്റെ ആത്മാവോടും ഏലിയാവിന്റെ ശക്തിയോടും കൂടെ. നമുക്കറിയാം, യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ യോർദാനിൽ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു വസിച്ചു. അതവിടെ പറയുമ്പോൾ നമുക്ക് പിന്നത്തതിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തു തൻ്റെ പതിവ് പോലുള്ള പള്ളിയിൽ പോക്ക് അവിടെ വെച്ച് തിരുവെഴുത്തവന് വായിക്കാൻ നൽകിയപ്പോ യേശുക്രിസ്തു അവിടെ വായിച്ച വാക്യം, അതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത് വായിച്ച് കേൾക്കയിൽ ഇത് നിവൃത്തിയായിരിക്കും. അവിടെ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 18-ാം വാക്യം, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ യേശു പറയുന്നത്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. യേശുവിന് മേൽ പിതാവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുമ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ തന്നെ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് യേശു പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ആ വാക്യം അവസാനിക്കുന്ന, ഇങ്ങനെയാണ്, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു.
ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ അവൻ സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് അവരെല്ലാവരെയും സൗഖ്യമാക്കുന്നു. അപ്പൊ 3 കാര്യമാണ്. ആത്മാവ് ഉണ്ടായിരുന്നു, ആ ആത്മാവ് അവന്റെ മേലുണ്ട്. യേശു പറയാ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പിന്നത്തതിൽ പറയുന്നത് അവന്റെ ശക്തി അവന്റെ മേലുണ്ടായിരുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് സകലരെയും സൗഖ്യമാക്കി. അപ്പൊ ഇവിടെ എല്ലാം വളരെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുവിൽ പിതാവിന്റെ ആത്മാവുണ്ടായിരുന്നു, യേശുവിൽ പിതാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. യോഹന്നാനെ കുറിച്ച് പറയുന്നത് അവൻ ഏലിയാവിന്റെ ആത്മാവോടും ഏലിയാവിന്റെ ശക്തിയോടും കൂടെ നടക്കും, അതുകൊണ്ട് അവന് ഏലിയാവ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, പരിഗ്രഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അവനാണ് ഏലിയാവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വചനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം തന്റെ ആത്മാവിനെ യേശുവിന് മേൽ വയ്ക്കുകയും യേശുവിൽ തന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു എന്ന് വായിക്കുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ യേശു വന്നത് പിതാവിന്റെ നാമത്തിൽ, യേശു അത്ഭുതങ്ങൾ ചെയ്തത് പിതാവിന്റെ നാമത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 5:43, 10:25 പറയുന്നു, യേശു പിതാവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, യേശു പിതാവിന്റെ നാമത്തിൽ വന്നു. അപ്പൊ ഈ നാമത്തിൽ എന്ന് പറയുമ്പോൾ നാം അത് യേശുവിന്റെ നാമത്തിൽ എന്നതിനെ മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. എന്താണ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? യേശു പിതാവിന്റെ നാമത്തിൽ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പല വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. യേശു പറഞ്ഞൊരു കാര്യമാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അതിന് 37-38 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ എന്റെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട, ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. നമുക്കറിയാം, ഈ 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു പറഞ്ഞൊരു കാര്യമാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകും. അതേ കാര്യം തന്നെ 17-ാം അധ്യായത്തില് പല സ്ഥലത്തും യേശു എടുത്തെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 23-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ അവിടെ പറയുന്നതല്ല, ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യം, വൺനെസ്. അപ്പൊ അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് പിതാവിന്റെ നാമത്തിൽ വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ വായിക്കുമ്പോഴെല്ലാം നാമം ചുമന്നു വന്നു, അല്ലെങ്കിൽ ആ നാമം, ആ പേര് ചുമന്നു എന്ന അർത്ഥത്തിലല്ല. പിതാവിന്റെ പൊസിഷനിൽ, പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. പിതാവിന്റെ നാമത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്തു, പിതാവിന്റെ നാമത്തിലാണ് അവൻ വന്നത്. അതായത് കർത്താവ്, നമ്മൾ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്, പിതാവ് ശുദ്ധീകരിച്ചയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? അപ്പോ പിതാവ് അയച്ചവനെ പിതാവിന്റെ നാമത്തിൽ വന്നു എന്ന് കാണുന്നെങ്കിൽ, പിതാവിന്റെ പദവിയിൽ നിന്നുകൊണ്ട്, പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പാപം ക്ഷമിച്ചവനെ പിതാവായി കാണുന്നെങ്കിൽ, ആ നാമത്തിൽ കാണുന്നെങ്കിൽ, എന്താണ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുക എന്നാൽ അർത്ഥം എന്താണ്? നമ്മള് പല പ്രാവശ്യം യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം എന്ന് പറയുന്നതിലാണോ അർത്ഥം? അല്ല, നമുക്ക് അതിനപ്പുറമായതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു എന്ന നാമത്തെ പറയുന്നതിന് അപ്പുറത്ത്, നാമത്തെ എടുക്കുന്നതിനപ്പുറത്ത് യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകി തരും, പിതാവ് നൽകി തരും എന്നാ പറഞ്ഞു, എന്റെ നാമത്തിൽ. അപ്പൊ ആ നാമത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തില് 11-ാം അധ്യായത്തിൽ യേശുക്രിസ്തു
ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്ന് യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ 41 വാക്യം. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യേശു ദൈവത്തെ ദൈവം എന്നതിനപ്പുറമായി പിതാവ് എന്ന സ്ഥാനത്ത് കണ്ടു. ആ ഒരു സ്ഥാനത്താണ്, ആ ഒരു പദവിയിലാണ് പിതാവുമായിട്ടുള്ള ബന്ധം യേശുവിനുണ്ടായിരുന്നത്. അപ്പോൾ എന്റെ നാമത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ, എന്റെ നാമത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ആരാണോ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ പിതാവായ ദൈവത്തിനുള്ള കൂട്ടായ്മയിൽ ഞാനും ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു, ദൈവം വസിക്കുന്നത് ഏതോ ഒരു പ്രത്യേക സ്ഥലത്തല്ല, ദൈവം എന്നിലാണ് വസിക്കുന്നത് എന്ന അസാമാന്യ ബോധ്യത്തോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, ആ ബോധ്യത്തോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യങ്ങളും ചോദിക്കുന്ന എന്ത് കാര്യങ്ങളും നൽകപ്പെട്ടിരിക്കും. കാരണം അവൻ പ്രാർത്ഥിക്കുകയും അവൻ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുന്നത് എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തോടല്ല, അവനിൽ വസിക്കുന്ന ദൈവത്തോടാണ്. അവനിൽ വസിക്കുന്ന ദൈവമായിട്ടാണ് അവന്റെ കൂട്ടായ്മ. ആ കൂട്ടായ്മ ബന്ധത്തിലാണ് അവന്റെ ആവശ്യങ്ങളെല്ലാം നൽകപ്പെടുന്നത്. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷകന്മാരെ ശുശ്രൂഷയ്ക്ക് അയപ്പിച്ചപ്പോൾ എന്റെ നാമത്തിൽ നിങ്ങൾ പോയി ഭൂതത്തെ പുറത്താക്കാനാണ്. അവിടെ ചെന്നപ്പോൾ അവർ ഉപയോഗിച്ച നാമം യേശു എന്ന നാമം. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ യേശുവിനാൽ അയക്കപ്പെട്ടവരായി പോയതുകൊണ്ട്, യേശുവിനാൽ അയക്കപ്പെട്ടു പോയതുകൊണ്ട് അവിടെ അവർക്ക് ഹല്ലേലൂയ ശുശ്രൂഷകൾക്ക് അവർക്ക് ആയാസകരമായിരുന്നില്ല ശുശ്രൂഷ. അവർക്കത് ശുശ്രൂഷ ഒരു വലിയൊരു ഭാരമായിരുന്നില്ല. അവരുടെ ശുശ്രൂഷകൾ വളരെ ലഘുവായിട്ട് അവർ പോയിടത്തെല്ലാം അവർ സന്തോഷത്തോടെ മടങ്ങുമെന്ന് പറയാനിടയായി. അപ്പൊ അതിന് കാരണം എന്താണ്? യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ യേശുവും പിതാവുമായുള്ള ബന്ധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, യേശുവും പിതാവും തമ്മിലുള്ള ബന്ധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നിൽക്കുമ്പോഴാണ് അവിടെയാണ് ഭൂതങ്ങൾ ഓടുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു വ്യക്തി വാതോരാതെ യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിലല്ല ഇമ്പോർട്ടൻസ്, അതിനല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നാം പ്രാധാന്യം കൊടുക്കേണ്ട ഏക കാര്യം ഇതാണ്. ഹല്ലേലൂയ. അത് എന്താണെന്ന് വെച്ചാല്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ പിതാവ് സ്നേഹിക്കാൻ കാരണം തന്നെ പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. നമ്മള് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യം, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു. അപ്പൊ പിതാവും പുത്രനും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ചിന്തകൾക്കെല്ലാം അതീതമായ ഒരു ബന്ധത്തെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ യേശുവിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക. നാമം പ്രസക്തമാണ്, ഞാനതിനെ വിമർശിക്കുകയല്ല. പക്ഷേ നമ്മളൊന്ന് പത്രോസിന്റെ ജീവിതത്തിലോട് ചേർന്നൊന്ന് കണ്ടാലും, പത്രോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പത്രോസ് സുന്ദര ദേവാലയ ഗോപുരത്തിൽ വെച്ച് പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ കൈകൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴ് അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പത്രോസ് അവിടെ ഒരു അത്ഭുതം നിവർത്തിക്കാനിടയായി. എന്നാൽ പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 5-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. പത്രോസിന്റെ നിഴലെങ്കിലും തട്ടി രോഗികൾ സൗഖ്യമാകത്തക്കോണം ആളുകളെ അവര് കൊണ്ടുവന്നിട്ടു. 5-ാമത്തെ 15-ാം വാക്യം 16-ാം വാക്യമൊക്കെ രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേലും വീഴേണ്ട വീതികളുടെ മേലും കിടക്കമേലും എല്ലാം കൊണ്ടുവന്ന് അവിടെ കിടത്തും. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആമേൻ, അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ നാമം അവർ ഉപയോഗിച്ചില്ലല്ലോ. പത്രോസ് നാമത്തിലല്ലല്ലോ അവിടെ അത്ഭുതം നടന്നത്. പത്രോസിന്റെ ഉത്തരയും റൂമാല് കൊണ്ടിട്ടപ്പോ, പൗലോസിന്റെ ഉത്തരയും റൂമാല് കൊണ്ടിട്ടപ്പോ സൗഖ്യമായി. നാമമല്ല അവിടെ പ്രാധാന്യമായി കാണുന്നത്, പത്രോസിന്റെ തിരിച്ചറിവാണ്, പൗലോസിന്റെ തിരിച്ചറിവാണ്. നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതിന്റെ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പത്രോസിനെ തബിത എന്ന് മരിച്ചുപോയ, അതായത് സ്ത്രീയുടെ അടുക്കൽ
കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. 40-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 9-ാം വാക്യം. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന് നേരെ തിരിഞ്ഞ് തബിതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസ് യേശുവിന്റെ നാമത്തിൽ ഒന്നും അവിടെ പറഞ്ഞില്ല. പക്ഷേ പത്രോസ് തബിത എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. അവിടെ എന്താണ് സംഭവിച്ചത്? അതായത് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പത്രോസ് ആദ്യമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു, സൗഖ്യമായി. പിന്നത്തതിൽ നടന്നപ്പോൾ നിഴൽ തട്ടി സൗഖ്യമായി. പത്രോസിന്റെ ഉത്തരവ് റൂമാലം കൊണ്ടിട്ടപ്പോ സൗഖ്യമായി. പിന്നത്തതിൽ പത്രോസ് തൊട്ട് മരിച്ച ആളെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഇവിടെ എല്ലാം എന്താ സംഭവിച്ചത്? നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസ് ആ കർത്താവിനോട് കൂടെ നടന്ന് അവന്റെ അകത്തൊരു തിരിച്ചറിവുണ്ടായി. അവൻ ഇതുവരെയും പത്രോസ് എന്ന പേരിലാണ് നിന്നതെങ്കിലും, ഇതുവരെ തന്റെ പേരിലാണ് നിന്നതെങ്കിലും പത്രോസ് ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കി. പത്രോസിനകത്തൊരു ബോധ്യം അത് ഞാൻ നിൽക്കുന്നത് ആമേൻ യേശുക്രിസ്തു നിന്ന അതേ പൊസിഷനിലാണ്. അതായത് പിതാവിനോട് യേശുക്രിസ്തു മുഖാന്തരം, യേശുവിന്റെ ക്രൂശുമരണപുനരുത്ഥാനം മുഖാന്തരം എനിക്ക് പിതാവിനോട് വന്ന ആ ബന്ധം, ആ ഉറപ്പിൽ പത്രോസ് നിന്നപ്പോ അവന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. അവന്റെ വസ്ത്രത്തെ തൊട്ട രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. അതുപോലെ തന്നെ അവനൊരു വാക്ക് പറഞ്ഞപ്പോ മരിച്ചു കിടന്ന സ്ത്രീ ചാടി എഴുന്നേറ്റു. ഇതെന്ന് എങ്ങനെ സംഭവിച്ചതാ? നാമം പറഞ്ഞതല്ല, നാമത്തിൽ നിന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ, നാമത്തെ പറയുന്നതിനപ്പുറമായി ആ നാമത്തിൽ നിൽക്കുക എന്നതാണ്, ആ പൊസിഷനിൽ നിൽക്കുക എന്നതാണ്, ആ സ്ഥാനത്തിൽ നിൽക്കുക എന്നതാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ അത്ഭുതം സാധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നാമം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആമേൻ, നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ആ 2 അക്ഷരം യേശു എന്ന നാമം പറയുന്നതിലല്ല, യേശു ക്രിസ്തു നിന്ന അതേ പുത്രത്വത്തിന്റെ അധികാരത്തോടെ പിതാവിനെ കുറിച്ചുള്ള അതേ തിരിച്ചറിവോടുകൂടെ നിങ്ങൾ നിൽക്കുമ്പോഴാണ് അവസ്ഥകൾ മാറുന്നത്. നിങ്ങളൊരു അനുഗ്രഹമായി തീരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ പദവിയിൽ നിന്നുകൊണ്ട് പിതാവിനോടുള്ള ബന്ധത്തിൽ അതേ ഹല്ലേലൂയ ആമേൻ സാഹചര്യങ്ങളെ ആമേൻ അഭിമുഖീകരിക്കാൻ, അവയെ ജയിപ്പാനായിട്ട് രോഗത്തെയും ശാപത്തെയും ദാരിദ്ര്യത്തെയും പ്രതികൂലങ്ങളെയും തകർത്തു മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ ആ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി പകരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു നാളും വീണു പോകാതെ, ഒരു നാളും തകർന്നു പോകാതെ, ഒരു നാളും നിരാശപ്പെട്ടു പോകാതെ, എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതികൂലങ്ങളെയും ക്രിസ്തുവിനോടുള്ള തിരിച്ചറിവിൽ ജയിപ്പാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ മുഴുവനായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് വരെയും ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം, കരുതലിനായി സ്തോത്രം, നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ഓരോരുത്തരും, ഈ വചനം കേട്ട ഓരോരുത്തരും ക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തുവിന്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ പിതാവിൽ നിന്ന് ആമേൻ ആ സ്നേഹത്തെ അനുഭവിച്ചവരാൻ, രോഗത്തെയും ശാപത്തെയും പ്രതിസന്ധികളെയും ജയിച്ചു മുന്നേറാനായിട്ട് പരിശുദ്ധാത്മാവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഈ വചന കേൾവി നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ ഈ വചനത്തെ വീണ്ടും ഒന്നുകൂടെ കേൾക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു, പ്രയോജനകരമായിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും ഇത് പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലായിടത്തും ഒരു അനുഗ്രഹമായി തീരട്ടെ. ഗാഡ് ബ്ലസ് യു.